ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുന്നേ ഞാനൊരു ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ വീഡിയോയിലെ മെയിൻ 2 പേരാണുള്ളത്. അവരായിരിക്കും നമ്മുടെ വീഡിയോയിലെ മെയിൻ കണ്ടൻ്റ് എന്ന്. ഇന്നത്തെ വീഡിയോ എന്നത് അവർ ഫോക്കസ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇത് രാവിലത്തെ കാഴ്ചയാണ്. അലാറം അടിഞ്ഞൊരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും, താഴേക്ക് പോകും. കുറച്ച് നേരം സിറ്റ് ഔട്ടിലൊക്കെ ഇരുന്ന് പ്രകൃതി ഭംഗി ആസ്വദിച്ചതിന് ശേഷം താഴോട്ടേക്ക് പോകും. അപ്പോൾ ഇവർ ഉറങ്ങുന്നുണ്ടാവും. ഉറക്കം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ നീട്ടി വിളിക്കും. ഈ മൂലക്ക് കാണുന്ന കെട്ടുണ്ടല്ലോ ഗെയ്സ്, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോളുടെ ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റാണ്. ഷെൽഫിൽ സ്ഥലമില്ലാത്തത് കൊണ്ട് അതിനെ ആ മൂലക്ക് തന്നെ കൊള്ളിച്ചു. ഇനിയിപ്പോൾ പുതിയ ഷെൽഫ് വാങ്ങിച്ചിട്ട് അതിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീട്ടി വിളിക്കും. അതുകൊണ്ട് നമുക്ക് പേടിയില്ല. നമ്മൾ താഴേക്ക് പോയി കഴിഞ്ഞാലും ഇവരെ ഉറക്കം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞുമോളാണെങ്കിൽ കരയും, ജോനിക്കാണെങ്കിൽ വിളിക്കും. അതുകൊണ്ട് നമുക്ക് ധൈര്യമാണ്. ഇവരെ ഉറക്കം എന്ന് പറയുന്നത് ഇതായിരിക്കും: ഒരാളുടെ തലയുള്ളിടത്ത് മറ്റാളുടെ കാലും, മറ്റാളുടെ കാലുള്ളിടത്ത് മറ്റാളുടെ തലയിലായിട്ടായിരിക്കും ഇവരെ ഉറക്കം. എങ്കിൽ ഇവർ സുഖമായിട്ട് ഉറങ്ങുന്നുണ്ടാവും. ഉറക്കമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ മെയിൻ എത്തുന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്താണ് ഇപ്പം നമ്മുടെ കുഞ്ഞുമോൾ നിന്നിട്ടുള്ളത്. ഇത് ഇന്നത്തെ മാത്രമുള്ള വിശേഷമല്ല. എപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാലും ഇവർക്ക് ഈ ഒരു സ്ഥലത്തെത്തിയില്ലെങ്കിൽ ഇവർ അന്നത്തെ ദിവസം തന്നെ എന്ന് പറയണ്ടേ. ഇവിടെ എത്തിയതിന് ശേഷം ഇവർ താഴേക്ക് ഇറങ്ങുള്ളൂ. അതിപ്പോൾ ഞാൻ എത്ര പിടിച്ച് വലിച്ച് കൊണ്ടുവന്നാലും അവർക്ക് ആടെ ജനലൊന്ന് തുറന്ന്, അത് രാത്രി ആയാലും പരമാവധി തുറക്കാൻ ശ്രമിക്കും. അപ്പോൾ നമ്മൾ പറയും ലൈറ്റ് ഓഫ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പതുക്കെ ഇങ്ങോട്ടേക്ക് വരും. ചെറിയ ആളെ തീരെയും പിടിച്ചാൽ കിട്ടില്ല. താഴെങ്ങാനും ആക്കിയിട്ടുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ കരഞ്ഞ് അവിടെ എത്തിയിട്ടില്ലെങ്കിൽ അവൾക്ക് നമ്മളെ പിന്നെ കിടന്ന് ഉറങ്ങാൻ പോലും സമ്മതിക്കില്ല. ഈ ഏരിയ എന്നുള്ളത് അവർക്ക്, അതായത് ജനലും തുറന്ന് പുറത്തേക്കുള്ള ഈ ഒരു കാഴ്ച കാണാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് മാത്രമല്ല എനക്കും ഇഷ്ടമാണ്. ഈ മഴ പെയ്യുന്ന സമയത്ത് പിറകിലൊരു വീടായിരുന്നു. ആ വീട്ടിലേക്ക് ഇങ്ങനെ മേലെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഭയങ്കര രസമായിരിക്കും. പിന്നെ ക്രമേണ കഴിഞ്ഞ കൊല്ലത്തെ മഴക്കാ തോന്നുന്നു ആ വീട് ഇടിയപ്പുളിയെല്ലാം വീണു. ഇപ്പം അതിന് മുഴുവൻ കാട് വള്ളി കയറി ആ വീടേ കാണുന്നില്ല ഇപ്പോൾ. പക്ഷെ ഫുൾ പച്ചപ്പായതുകൊണ്ട് നമുക്കും നോക്കിയിരിക്കാൻ നല്ല മഴേൻ്റെ സമയത്തെല്ലാം നല്ല ഭംഗിയായിരിക്കും. പിന്നെ ആടുന്ന ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കളി കണ്ടില്ലേ? ജ്വനിക നോക്കിയിരിക്കുന്നത്. അത് ഇങ്ങനെ നോക്കിയിരുന്നിട്ട് എന്നോട് ഓരോ കാര്യങ്ങൾ ചോദിക്കും. അങ്ങനെ ഇവർ തമ്മിൽ ഇടുന്നെല്ലാം എന്തെങ്കിലുമൊക്കെ കളിച്ച് പറഞ്ഞ് ചിരിച്ച് ഇവരുടേതായ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവും. ഞാൻ ആ സമയത്ത് എൻ്റേതായ എന്തെങ്കിലും അവിടെ നിന്നും ചെയ്യുന്നുണ്ടാവും. ചെറിയാളെ ആക്കിയിട്ട് ഞാൻ അധികം പിറകിലോട്ട് നിൽക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും എപ്പോഴാണ് കൈ വിടുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എപ്പോഴും ഒരു പേടി തന്നെയാണ്. തലയാണിയെല്ലാം ചിലപ്പോൾ ഞാൻ താഴെ എടുത്ത് വെക്കും. എന്നാലും അധികം ദൂരോട്ട് പോയിട്ട് നിൽക്കാൻ പറ്റില്ല. അങ്ങനെ റൂമിലത്തെ കാര്യങ്ങളൊക്കെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ താഴെ വന്നപ്പോൾ ഊഞ്ഞാൽ ഗിഫ്റ്റ് കിട്ടിയതാണ് ബർത്ത്ഡേക്ക്. അത് 2 ദിവസമേ ആയിട്ടുള്ളൂ കെട്ടിയിട്ട്. അതുകൊണ്ട് ജ്വനികക്ക് ഫുൾ ടൈമും അതിൽ നാടിക്കൊണ്ടേയിരിക്കാനാണ് ഇഷ്ടം. അവൾക്ക് ഇതുവരെ ഊഞ്ഞാൽ കിട്ടിയിട്ടില്ല. ബാക്കി എല്ലാ വണ്ടിയും കാര്യങ്ങളും കളിപ്പാട്ടങ്ങളും എല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിലും ഊഞ്ഞാൽ ഇതുവരെ അവൾക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഊഞ്ഞാൽ എന്ന് വിചാരിച്ചതിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ചെറിയ ആൾക്ക് ഇരുത്തി കൊടുത്തു കഴിഞ്ഞാൽ ആടും. പക്ഷെ അവൾക്ക് അത്ര വലിയ ഒരിതില്ല. അത് വരണത്രയല്ലേ ഉള്ളൂ. പിന്നെ അവിടെ ആക്കി മുഖമൊക്കെ ഒന്ന് കഴിച്ചതിന് ശേഷം ദോശ ഇട്ട് കൊടുത്തിട്ട് ഇരുത്തിയതാണ്. ഏച്ചീൻ്റെ വായിൽ വെച്ച് കൊടുക്കുന്ന ഈ കാണുന്നത് വായിൽ വെച്ച് കൊടുക്കുന്നേ ഉള്ളൂ, കൊടുക്കുന്നില്ല. ഏച്ചി കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഏച്ചി വായ തുറന്ന് നോക്കി കൊടുത്തു. ഏച്ചിക്ക് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ്. ചെറിയ ആൾക്ക് പക്ഷെ അങ്ങനെയല്ല. ചെറിയാൾക്ക് രാവിലെ എഴുന്നേറ്റ് വന്ന ഉടനെ ഓളെ നിപ്പിളും കുപ്പിയിൽ പാലോ ചായ പരമാവധി കുറക്കൽ തന്നെയാണ്. എന്തെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. ജ്വനികക്ക് പിന്നെ ഭക്ഷണം എന്നുള്ള കാര്യം അവളെ ബാധിക്കുന്നതേയല്ല. ഒരു ദിവസം കൊടുത്തിട്ടില്ലെങ്കിൽ പോലും അവൾക്ക് അത്രയും ഹാപ്പി ആയിരിക്കും. അവൾക്ക് ചായയോ ചോറോ തിന്ന് കഴിഞ്ഞിട്ട് കറക്റ്റ് 1 മണിക്കൂറോ. ജൽവിക്കും ദോശ എടുത്ത് കൊടുത്ത് ഞാനൊന്ന് പുറത്തേക്ക് ഫോൺ എടുത്തിട്ട് ഇറങ്ങിയതാണ്.
രാവിലത്തെ ഇളം വെയിൽ കണ്ടില്ലേ. സ്കൂൾ അടച്ച ടൈം ആയതുകൊണ്ട് അവിടെ അടുത്ത് തന്നെ ഹൈസ്കൂളെല്ലാം ഉള്ളതാണ്. ഹൈസ്കൂൾ, യു പി സ്കൂൾ, LP സ്കൂളെല്ലാം ഉള്ളതാണ്. അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുണ്ടാവും. കുട്ടികളെ കൊണ്ടാക്കാൻ പോകുന്ന രക്ഷിതാക്കളെല്ലാം രാവിലെ ഈ ടൈം ഉണ്ടാവും. പിന്നെ നമ്മൾ ചെടിയെല്ലാം ഒന്ന് വന്ന് നോക്കി. ഈ ചെടീൻ്റെ അടുത്ത് പോകാൻ പറ്റില്ല. ഇത് അടുത്തെത്തി കഴിഞ്ഞാൽ ഭയങ്കര ചൊറിച്ചിലായിരിക്കും. അത് അമ്മ മുന്നങ്ങാനും നട്ട ചെടിയാണ്. അവിടെ നമ്മൾ ഇന്നലെ കുറച്ച് ചീര ഇട്ടിട്ടുണ്ടായിരുന്നു. ചീര വിത്ത് വാളിയിട്ടുണ്ടായിരുന്നു. ഇത് ചെക്കിപ്പൂ. ഇത് ഞാൻ നട്ടതാട്ടോ. പഞ്ചായത്തിൽ നിന്ന് തൈ കിട്ടിയിട്ട് അങ്ങനെ നട്ടിട്ട് ഒരുപാട് ഉണ്ടായിട്ടുണ്ടായിന്. ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം. ചെടി നടുന്നതല്ല, ഇതുപോലെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖം. കണ്ട ഉറുമ്പെല്ലാം കണ്ടില്ലേ, തേൻ കുടിക്കാനെല്ലാം വന്നിട്ട് കാണുമ്പോൾ ഒരു സുഖമില്ലേ. അങ്ങനെ നമ്മൾ ചായ കുടിക്കേണ്ട പരിപാടിയാണ്. ഈ എടുത്ത് വെച്ചിരിക്കുന്നത് ജുനികേൻ്റെ ചായയാണ്. ചായ കുടിക്കുന്നതാണെങ്കിലും ഓൾക്ക് ചായനെ ഇഷ്ടമല്ല. ചായ ഓൾ കുടിക്കും. ഓൾക്ക് കഞ്ഞി വെള്ളമാണ് ഏറ്റവും ചായക്കും രാവിലെ ആയാലും ഉച്ചക്കായാലും ഓൾ കുടിക്കുക. ചായ പരമാവധി ഓൾ ഒഴിവാക്കും. പിന്നെ നമ്മൾ അംഗൻവാടിയിലേക്ക് പോകുന്നതാണ്. അവിടെ സ്കാനിങ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് 2 കുട്ടികളെയും കൂട്ടിയിട്ട് വരണം എന്ന് എനിക്ക് വിളിച്ചിട്ട് അങ്ങനെ പോകാൻ റെഡിയായതാണ്. ഇവർക്ക് എവിടെയെങ്കിലും പോകാൻ നേരത്തെ ഒരു വല്ലാത്ത സന്തോഷമായിരിക്കുമല്ലോ. ഇതാണ് നമ്മളെ വീട്, ഹസ്ബൻഡിൻ്റെ വീടാണ്. ഇതെന്നെ ഹെൽത്തിലെ ബുക്കൊക്കെ കവറിലിട്ട് ജോനിക നടന്നു പോകുന്നതാണ്. പണ്ട് അംഗൻവാടിയിൽ ഡെയിലി, അന്നേരം ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയമാണ് ജോനീനെ അംഗൻവാടിയിൽ കൊണ്ടാക്കുന്നത്. ആ ടൈം രാവിലെ വൈകുന്നേരം ദിവസം ഇങ്ങനെ പോകുന്നതല്ലേ. അന്നേരം നമുക്ക് ഒരു മടിയോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഇപ്പോൾ ഇറങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മടിയാണ്. അങ്ങനെ കവറെല്ലാം എടുത്ത് നമ്മളിങ്ങനെ നടന്ന് പോക്കാം. ആരും ഉണ്ടാവില്ല ഈ ടൈമൊന്നും. എല്ലാവരും രാവിലെയെല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ ആരും ഈ വഴി അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ജോനിക തിരിച്ചു വന്നത്, ആ വീട്ടിലൊരു നായുണ്ട്, അതിനെ പേടിച്ചിട്ടാണ് തിരിച്ചു വന്നത്. ചിലപ്പോൾ അത് ഗേറ്റിന് പുറത്തുണ്ടാവും. ഇതാണ് നമ്മുടെ അംഗൻവാടി എത്തിയിരിക്കുന്നു. ഇതാണ് നമ്മുടെ അംഗൻവാടി. ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. ഇത് വൈകുന്നേരത്തെ കാഴ്ചയാട്ടോ. ഇത് വൈകുന്നേരം ഒരു 4:30-5 മണി ആ ഒരു ടൈമിലുള്ള കാഴ്ചയാണ്. ഇവിടെ ഒരുപാട് വൈകുന്നേരം ആകുമ്പോൾ കാക്കയും കൊച്ചയെല്ലാമായിട്ട് ഒരുപാടുണ്ടാവും. ഈ സമയം എത്തിയില്ല. കംപ്ലീറ്റ് റോഡ് നിറച്ചു അവരെ കാഷ്ടായിരിക്കും. റോഡായാലും മരമായാലും നമ്മൾ ഈ പറമ്പത്തായാലും കാന്താരിയൊക്കെ ആ സൈഡുണ്ട്. അതൊന്നും ഉപയോഗിക്കാനേ പറ്റില്ല. മീൻ പൊരിക്കാൻ നമ്മൾ ഇല പറിക്കാൻ പോയാൽ പോലും പറിക്കാൻ പറ്റില്ല. പക്ഷിപ്പനിയെല്ലാം ഉള്ള സമയത്ത് നമുക്ക് ഭയങ്കര പേടിയായിരിക്കും. പക്ഷേ വൈകുന്നേരം ആകുമ്പോൾ ഇവരുടെ ഒച്ചയും എല്ലാം കേൾക്കുമ്പോൾ ആ ഒരു വൈകുന്നേരം ശരിക്കും പണ്ടത്തെ എന്തോ ഒരു ഫീല് വരും. അത് നാച്ചുറലായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നതാണ്. കൂടുതലായും പ്രവാസികൾക്കെല്ലാം ഈ ഒരു ഇതാണ് മിസ് ചെയ്യുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഈ നാട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ പുറത്തേക്കുമ്പോൾ അവർക്കത് വല്ലാതെ മിസ് ചെയ്യും. നമുക്കിപ്പോൾ അടുത്ത് കിട്ടുമ്പോൾ അതെന്താണെന്ന് മനസ്സിലാവില്ല. ചിലപ്പോൾ നമ്മൾ ഈ മഴയെല്ലാം പെയ്യുമ്പോൾ മണ്ണിൻ്റെ സ്മെല്ലുണ്ടല്ലോ, അതൊരു വല്ലാതെ ഫീലല്ലേ. അതുപോലെയാണ് ഈ കിളികൾ എല്ലാം ഒച്ചയെല്ലാം കേൾക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീല്. ഇതെല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. പിന്നെ ഇത് സന്ധ്യക്കത്തെ വിശേഷങ്ങളാണ്. നമ്മുടെ ചായ കുടി ഒക്കെ കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞ് ഒരാളിങ്ങനെ ഉറക്ക് വന്നിരിക്കുവാണ്. ഊനെല്ലാം ആടിക്കൊണ്ടേയിരിക്കുന്നു. മറ്റേ ആളെ കുളിയെല്ലാം കഴിഞ്ഞ് ഞാനിങ്ങനെ തോർത്തുകൊണ്ട് കെട്ടി വെക്കുന്ന കണ്ടിട്ട് എന്നോട് പറയും, പിന്നെ അമ്മാനക്കും അതുപോലെ ഒന്ന് കെട്ടിത്തരുമോ ചോദിച്ചിട്ട് അങ്ങനെ അവളും കെട്ടിയിട്ട് നിൽക്കുന്നതാണ്. അവളിങ്ങനെ ആട്ടിക്കൊടുക്കും, മറ്റാൾ ഇരുന്നാടും. ആൾക്ക് ഉറക്ക് വന്നിട്ടാണ് ഇപ്പോൾ അനങ്ങാതെ. അല്ലേ അതിൻ്റെ മേലെ നിന്ന് പരമാവധി കളിക്കാൻ പറ്റുന്ന കുരുത്തക്കടെല്ലാം കളിക്കും.
ഇവർ തമ്മിൽ അങ്ങനെ അടി ചെയ്യുന്നൊരു പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതലുള്ള സന്തോഷം എന്ന് പറയുന്നത് ഇവർ അടി ചെയ്യാൻ ജ്വനിക എന്ന് പറയുന്ന ആൾ അത്രയും എന്താ പറയുക പക്വതയോട് കൂടിയിട്ട് ഓളെ ശ്രദ്ധിക്കും. അതുകൊണ്ട് എനിക്ക് അത്രയും ആശ്വാസമാണ്. കുരുത്തക്കേട് ഇനി ഉണ്ടെങ്കിൽ തന്നെ ചെറിയാൾക്ക് തുടങ്ങണം അത്ര. ഇപ്പം അവർ അടിയൊന്നും ഇല്ലാണ്ട് രണ്ടാളും ഇതുപോലെ കളിച്ചു പോകുന്ന കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. അങ്ങനെ നമ്മുടെ ചായ കുടിയും സന്ധ്യക്കത്തെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞ് ജൽവീന പിന്നെ പടന്ന് ജൽവി ഊഞ്ഞാലിൽ നിന്ന് എഴുന്നേറ്റ് കരയാൻ തുടങ്ങി. ആയ ഒരു ടൈം ഒരു ഉറക്കിൻ്റെ ഒരു ടൈമാണ്. ആ ടൈം ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഓൾക്ക് പിന്നെ ഓളെ നമ്മൾ കൺട്രോളിൽ നിൽക്കുകയില്ല. ഈ ഉറക്കുന്നതായിട്ടാണ് ജ്വനികയ്ക്ക് ഭയങ്കരമുള്ള പ്രശ്നം. കാരണം ഓളൂടെ കളിക്കണം, ഉറക്കണ്ട അമ്മ എൻ്റെ കൂടെ കളിക്കണം, എനിക്ക് ഓളൂടെ കളിക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് ഉറക്കാൻ വിടൂല. എന്നാലും പരമാവധി ഞാൻ എന്തെങ്കിലും ഓളെ കളിക്കുന്ന സാധനമോ എന്തെങ്കിലും എടുത്ത് ക്രയോണോ കളറിങ്ങോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് ആക്കിയിട്ട് മറ്റാളെ ഉറക്കാൻ പോകും. ഒറ്റക്ക് നിൽക്കുന്ന ബോറടിക്കുന്നതുകൊണ്ടാണ് ഉറക്കണ്ടെന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്കില്ലേ രാത്രി പെട്ടെന്ന് ടൈം പോകും. ഞാനും ഇവരെ ഈ ഒരു വീഡിയോയിൽ ഇങ്ങനെ ശ്രദ്ധിച്ചു പോയി, അതാണ് സ്കിപ്പായിപ്പോയി വോയിസ്. പിന്നെ രാത്രി ആയതുകൊണ്ട് ടൈമൊന്നും ഉണ്ടാവില്ല. ഇവരെ ഇങ്ങനെ ഓരോരും നടന്നുകൊണ്ടേ ഇരിക്കുന്നത് കൊണ്ട് ടൈം പെട്ടെന്ന് അങ്ങനെ പോകും. ഇതിൻ്റെ നടുക്ക് അമ്മമ്മയുണ്ട് ടി വി കാണാൻ ഇരുന്നിട്ട്, അതിൻ്റെ സൈഡിലുണ്ട്. വീഡിയോയിൽ ഇതായി പോകുന്നത് കൊണ്ട് സൈഡിലായതാ. ഓള് കാല് നീട്ടുന്നടിക്ക് ഞാനൊന്ന് കാല് നീട്ടി നോക്കിയതാ. ഇനിയിപ്പോൾ ജ്വനികക്ക് ബോറടിക്കും. ജൽവി ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജ്വനികക്ക് കളിക്കാനോ ഓളൂടെ ഒന്നിനും ആരും ഇല്ലാണ്ടിരിക്കുമ്പോൾ എൻ്റെ പിറകിലായിരിക്കും. പിന്നെയുള്ളത് ഓളെ മുഴുവൻ ടൈമും എൻ്റെ കൂടെ ആയിരിക്കും. അങ്ങനെ നമ്മൾ പുറത്ത് വന്ന് കുറച്ചേരം ഇരിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വന്നു. പുറത്തെ കാഴ്ചയെല്ലാം ഇങ്ങനെ കണ്ടു. ഒന്നുമില്ല, മൊത്തം ഇരുട്ടാണ്. എന്നാലും നമ്മൾ നട്ട ചെടിയും അതും ഇതെല്ലാം നോക്കിയിട്ട് നമ്മൾ ഇരിക്കും. ഫുൾ ഇരുട്ടാണ്. വീട് കുറച്ചും കൂടി റോഡിൽ നിന്ന് പിറകിലോട്ടായതുകൊണ്ട് അങ്ങനെ റോഡിൻ്റെ സൈഡിലുള്ള വെളിച്ചവും കിട്ടൂല. ഈ ചെടി ഞാൻ കുഞ്ഞുമോളുടെ ഫോർമുല മിൽക്കിൻ്റെ കവറിൽ വെറുതെ നട്ടുനോക്കിയത്. അപ്പോൾ അത് നല്ല ഭംഗി, അത് രാത്രി കാണാൻ ഒരു പ്രത്യേക ഭംഗി. അങ്ങനെ നമ്മുടെ ഓരോ ദിവസവും ഇതുപോലെയെല്ലാം അങ്ങനെ മുന്നോട്ട് പോകും. ഈ കുടിക്കുന്നത് വെള്ളമാണ്, കഞ്ഞിവെള്ളം. ഉപ്പാണ് കയ്യിലുള്ളത്. എത്ര പറഞ്ഞാലും ഉപ്പ് കഴിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും വെള്ളത്തിലിടാനാന്ന് പറഞ്ഞിട്ട് വെള്ളത്തിലിട്ടിട്ടില്ലെങ്കിൽ ഓളെ കയ്യിലെടുത്തിട്ട് വരും. എന്നിട്ട് ഒരിക്കൽ വെള്ളം കുടിക്കും, പിന്നെ ഒരിക്കൽ ഉപ്പെടുത്ത് വായിൽ വെക്കും. ഉപ്പ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഓൾക്കെന്തോ ഭയങ്കര ഇഷ്ടമുള്ള കണ്ടില്ലേ കാര്യമാണ്. അതത്ര ഉപ്പും കുപ്പി കാണാണ്ട് വെച്ച് കഴിഞ്ഞാലും ഓൾ എങ്ങനെയെങ്കിലും വെള്ളത്തിലിടാൻ വേണമെന്ന് പറഞ്ഞിട്ട് വെള്ളത്തിലിടൂല, ഇതുപോലെ കയ്യിലെടുത്തിട്ട് പോവുക. ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങനെ ഇരുന്ന് ജൽവി എണീക്കുന്നിടക്ക് തന്നെ ജ്വനികക്കുള്ള ഭക്ഷണം കൊടുത്ത് ഞാനും കഴിച്ച് അപ്പോഴേക്കും ഓൾ എണീക്കും. പിന്നെയാണ് ഓൾ കഴിക്കുക. ഓക്ക് നേരത്തോടെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും ഉറങ്ങാൻ നോക്കുമ്പോൾ അത് വല്ലാത്ത പ്രശ്നമായിരിക്കും. അങ്ങനെ നമ്മൾ രാത്രിയത്തെ ഭക്ഷണ പരിപാടിയൊക്കെ കഴിഞ്ഞ് മേലത്തേക്ക് പോകാൻ റെഡിയായി. രാവിലെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രാത്രിയെ നമ്മൾ അങ്ങ് മേലെ കയറുള്ളൂ. അതിലിടക്ക് നമ്മൾ കയറില്ല. പിന്നെ രാത്രി താഴത്തെ റൂമിലാണ് നമ്മുടെ ഉച്ചയുറക്കവും കാര്യങ്ങളൊക്കെ. മേലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവരെ കുറച്ച് നേരത്തെ കളിയായിരിക്കും. മേശൻ്റെ ഉള്ളിൽ മേലെ എത്തിക്കഴിഞ്ഞാൽ പടനെ ജൽവി മേശൻ്റെ ഉള്ളിൽ പോയി നിൽക്കും. ജ്വനിക ഈ സന്തോഷം എന്ന് പറയുന്നത് ജൽവിയുടെ റിങ്, ഗിഫ്റ്റ് കിട്ടിയ റിങ്ങിൻ്റെ പാട്ട് അട്ടിക്ക് വെച്ച് വീഴാതെ നിന്നതുകൊണ്ടുള്ള സന്തോഷ പ്രകടനമാണ്. പേച്ചിനെ അങ്ങോട്ടേക്ക് വിളിക്കും. അവർ രണ്ടു പേരും കൂടിയിട്ട് ആടുന്നുള്ള കളിയായിരിക്കും പിന്നെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഓരോ ദിവസത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മുന്നേ പറഞ്ഞവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.
അപ്പോൾ എല്ലാവരോടും ബൈ ബൈ.